മിഡ് ഡേ മസാലയില് ആർ.ജെ. സൂര്യയുടെ കൂട്ടത്തിൽ ഞാൻ ജോർഡിൻ മാത്യു. ആരാണ് ഈ ജോർഡിൻ മാത്യു? ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത കക്ഷിയാണ്. അതും തുമ്പീനെ പറ്റിയിട്ടാണ് ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജോർഡിൻ അത്ര നിസ്സാരക്കാരനല്ലാന്ന്. അത്ര ക്വാളിറ്റിയിൽ അതിന്റെ വോയിസ് ഓവർ ആണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വിഷ്വലൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ക്ഷമ, ഡെഡിക്കേഷൻ ഒക്കെ സമ്മതിക്കണം. കക്ഷി ഇപ്പതാ മിഡ് ഡേ മസാലയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നേരിട്ട്. ഹലോ ജോർഡൻ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു മിഡ് ഡേ മസാല. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് കോഴിക്കോട് വന്നിട്ട് എന്തുണ്ട് വിശേഷം? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി ഫുഡ്, കാര്യങ്ങള് എല്ലാം കൊണ്ടും അടിപൊളി. ശരി, എനിക്ക് ജോർഡിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഒരു ഇടുക്കിക്കാരനാണ്. ഇപ്പൊ കോഴിക്കോട് ഫോട്ടോ ജേർണലിസം പഠിപ്പിക്കുന്ന ഒരു കോളേജില്. പിന്നെ വലിയൊരു തുമ്പി കമ്പക്കാരനാണ്. ആദ്യം തുടങ്ങിയത് തന്നെ തുമ്പിനെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടാണ്. പിന്നെ ഇഷ്ടംപോലെ തുമ്പി ഫോട്ടോസ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്യുമെന്ററി ചെയ്തതും തുമ്പീനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, തുമ്പി എന്ന് പറയുന്നത് ഈ കുഴിയാനയാണ് പിന്നീട് തുമ്പിയായിട്ട് മാറുന്നത്. ആ ധാരണയാണ് ഇപ്പൊ മാറ്റിയത്. എനിക്ക് ആ ഡോക്യുമെന്ററിനെ പറ്റി കൂടുതൽ പറഞ്ഞുതരുമോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ഡോക്യുമെന്ററി 4 വർഷം മുമ്പാണ് ചെയ്തത്. അപ്പൊ എന്നോട് എല്ലാ ആൾക്കാരും ചോദിക്കുമായിരുന്നു ഈ തുമ്പി തന്നെയല്ലേ കുഴിയാന. അപ്പം ആ ടൈം മുതൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ ഈ ലോക്ക്ഡൌണിന്റെ ടൈമിലാണ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് ഇറക്കിയതാണ്. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുഴിയാനെ ഇങ്ങനെ കുഴിയിൽ നിന്ന് നമ്മൾ തോണ്ടിയെടുത്ത് കളിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ ആ ഒരു ഇത് കോൺസെപ്റ്റിൽ തന്നെയാണ് എല്ലാ ആൾക്കാരും മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിപ്പോ എല്ലാ ആൾക്കാരുടെയും മുമ്പിൽ ഇത് പ്രത്യക്ഷപ്പെടാറൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് മുട്ടയിട്ട് വിരിഞ്ഞ് അതിന്റെ ലാർവയാണ് നമ്മൾ കുഴിയാനായിട്ട് കാണുന്നത്. ഉറുമ്പുകളെയാണ് ഇത് ഫുഡായിട്ട് കഴിക്കുക. കൊക്കൂൺസ് ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ഇത് ഇൻസേർട്ട് ആയിട്ട് അത് മെയിൻ ഫ്ലൈ ആകാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഓസം, ഒരു രക്ഷയില്ല. ആരാ അതിന് ഈ വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് സഹകരിച്ചത്? അത് എന്റെ ഫ്രണ്ടാണ്, വിനായക് എന്നാണ് പേര്. കോളേജിൽ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഹൈഫൈ അവിടെ കൊടുത്തോളൂ. ശരി, അതിന്റെ ബിജിഎം ആര് ചെയ്തു? എന്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ കുറെ സുഹൃത്തുക്കളുടെ ആണ് അവർക്ക് അല്ലേ? എല്ലാം ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അതെ 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 അതെ, കൊള്ളാം. എത്ര നാളെടുത്തു? അതെ, പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തുമ്പിയുടെ ഡോക്യുമെന്ററി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറെ ഷോർട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഫുഡ് കഴിക്കുന്ന ടൈമിലുള്ള കുറച്ച് സാധനങ്ങൾ അത് ഇൻസെറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൌണിന്റെ ടൈമില് ആദ്യത്തെ ഒരു 10-20 ദിവസം ആ ഒരു ടൈം പീരീഡിലാണ് ബാക്കിയുള്ളത് കളക്ട് ചെയ്തത്. അപ്പൊ ഒരുപാട് നാളത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് നമ്മൾ തുടങ്ങി വെച്ചതാണിത്. അതെ 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 അതെ. അത് തുമ്പിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈമിൽ തന്നെ പാരലായിട്ട് തന്നെ ഇടയ്ക്ക് നമുക്കിത് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു, കാരണം നിനക്ക് വട്ടാണ്, ഭ്രാന്താണ്, ഇതൊക്കെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു. പക്ഷെ എന്താ പറയാ, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഈ പ്രാവശ്യത്തെ ലോക്ക്ഡൌൺ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ഷമയ്ക്കുള്ള അവാർഡ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഇടുക്കിക്ക് പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, തുമ്പികളോടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആള് ഇപ്പതാ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. മിഡ് ഡേ മസാലയിൽ നമ്മൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ഈ തുമ്പിക്കമ്പക്കാരനോട്? ജോർഡൻ മാത്യു ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട് കക്ഷി. അപ്പൊ ആ ഡോക്യുമെന്ററിയുടെ വാലെ പിടിച്ചിട്ടായിരുന്നു ചോദ്യം. കാരണം നമ്മൾ വിചാരിച്ചത് കുഴിയാനെയാണ് തുമ്പി ആവുന്നതെന്നല്ലേ. പക്ഷെ ആള് പറയുന്നു അല്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ കുറെ കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. ജോർഡൻ പറയൂ, എന്തൊക്കെയാണ് ആ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇത് കുഴിയാനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2000 സ്പീഷീസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുഴിയാനയ്ക്ക് മാത്രം? കുഴിയാനയ്ക്ക് മാത്രം. ഓക്കെ. ഇത് എല്ലാ ഇനവും നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊന്നും ഇല്ല, ഇന്ത്യയിലും കേരളത്തിലൊന്നും ഇല്ല. അത് ഒരു 10 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു കളർ ചേഞ്ച്, അത്രയൊക്കെ ഉള്ളൂ. ശരി. ഇതിന് വിസർജാവയവങ്ങളൊന്നുമില്ല. അതായത് കഴിക്കുന്ന ഫുഡെല്ലാം ഇത് ബോഡിയിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ കുറച്ചു നേരം പറഞ്ഞ മറ്റേ കൊക്കോണിയുമായിട്ട് അത് കൊക്കൂൺ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിട്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാർവ സ്റ്റേജിലാണ് കൂടുതൽ ഇങ്ങനെ ഇൻസെക്റ്റുകളെയും പെസ്റ്റുകളെയാണ് ഇത് കഴിക്കുന്നത്. ഇത് ഫ്ലൈ ആകുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇത് അതെ അതെ അതെ. എത്ര വയസ്സുണ്ട്? എനിക്ക് 26. ഈ വയസ്സിനുള്ളിൽ കണ്ടെത്തിയ കണ്ടെത്തലുകളാണ് ഇതെല്ലാം നമ്മൾ കേട്ടത് അല്ലേ? കൊള്ളാം, മിടുക്കൻ. ഇനിയും ഒരുപാട് നാൾ ഇതേപോലെ തുമ്പിയുടെ കമ്പവുമായിട്ട് പിന്നാലെ പോവാനായിട്ട് പറ്റട്ടെ. ഒരുപാട് നല്ല ഡോക്യുമെന്ററി ഇനിയും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റട്ടെ. കുറെ ഫോട്ടോസ് ആയിട്ട് വരുന്നുണ്ട്.
മുട്ടകള്, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് ഉറുമ്പിന്റെ. ആഹാ. അതൊക്കെ പിന്നെ നമ്മുടെ തട്ടേക്കാട് മാത്രം കാണുന്ന ഫ്രോഗുമൂത്തിനെ കുറിച്ചിട്ട് അച്ചടാ. ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാക്കാച്ചിക്കാടാന്ന് പറയും. അടിപൊളി. അത് ഓക്കെ. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ പഠിപ്പീര് കാര്യങ്ങള്, അതിന്റെ കുറച്ച് തിരക്കുകൾ. അപ്പോൾ ഇനി കൂടുതൽ സമയം ഞാൻ പിടിച്ചു വെക്കുന്നില്ല കേട്ടോ. ഓടിപ്പോയി ലഞ്ച് കഴിച്ചു. ആ ലഞ്ച് കഴിക്കേണ്ട സമയത്താണ് ഞാനിപ്പോൾ ദാ ഇങ്ങനെ പിടിച്ചു വെച്ച് നിർത്തിയിരിക്കുന്നത്. ശരി, അപ്പോൾ ഇനി ഓക്കെ. പോയി കഴിച്ചോളൂ കേട്ടോ. താങ്ക് യു ഫോർ Thank you. ജോയിനിങ് വിത്ത് us. ബൈ. താങ്ക് യു. ബൈ. ആ വഴിക്ക് പതുക്കെ ഞാനും ടാറ്റ. Stay tuned to Super Hits 93.5 Red FM. It's me, Surya, winding up. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.